ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ബാക്കിലായിട്ട് അയാൾ അടിച്ചതുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനെ കാട്ടിലും പ്രശ്നം അയാൾക്കായിരുന്നു. അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും നീയാണ് എന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾ ഫുൾ നമ്മുടെ ഹീറോയിനായിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹീറോയിൻ അവളുടെ ധൈര്യം കൈവിടാതെ അവൾ നേരെ പോലീസിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കായിരുന്നെങ്കിൽ ഇതുപോലെ എന്തോ പ്രോജക്റ്റിൻ്റെ അത്യാവശ്യ കാര്യത്തിന് ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകണം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ അവൻ്റെ ഡ്രൈവറിനോട് ഇവിടെ എന്ത് നടന്നാലും അതെനിക്ക് അപ്പോഴപ്പോഴായിട്ട് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയുടെ ആ റിലേറ്റീവ് പെൺകുട്ടിയിലെ അവളാണെങ്കിൽ ഈ മാനേജറിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ, അതായത് പോലീസുകാരൻ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിക്കാണ് ചീത്തപ്പേരുണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് പോലീസും അവിടെ വന്നിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ അയാൾ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് അടിച്ച കാര്യം. അയാളാണെങ്കിൽ ഈ പോലീസുകാരെല്ലാവരും നിന്ന സമയത്തും ഇവളെന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പണത്തിന് വേണ്ടിയിട്ട് ഇവളുമാരൊക്കെ എന്തും ചെയ്യാൻ മടിക്കത്തില്ല, അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ഇവളെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്തും ഇവിടെ CCTV ഫുട്ടേജ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കുന്ന അയാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രശ്നം ഇവിടെ വെച്ച് സോൾവ് ചെയ്യുന്നതിൽ നല്ലത് നമ്മുടെ കമ്പനിക്ക് അത് ചീത്തപ്പേരാണ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് അത് വിട്ടുകൊടുക്കാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും സോറി പറയിപ്പിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഈ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. CCTV ഫുട്ടേജ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ അയാൾ അടിക്കുന്നുണ്ടേ, അതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് കറക്റ്റായിട്ട് എന്തോ ഫ്ലവർ വൈസ് എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയും ഭാഗം മറഞ്ഞായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. അതോടെ ഇയാൾക്ക് വലിയൊരു ആശ്വാസം വരുന്നുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ ചെയ്തിട്ടില്ലെന്ന് അപ്പോഴേ പറഞ്ഞില്ലേ, ഇവള് കള്ളത്തരം പറയുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പിന്നെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്ത് ഞാനിത് തെളിയിക്കാനായിട്ട് ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഹീറോയിനെ അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ ഡ്രൈവർ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഹീറോ ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്തോ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ലാതെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നോട് സോറി പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോയിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അവളാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ ഡ്രൈവർ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഞാനും ഉണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ ആ കറക്റ്റായിട്ട് ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളൊന്നും തന്നെയില്ല. എന്നിരുന്നാൽ പോലും ഇതുപോലെ ഞങ്ങളുടെ കമ്പനി വക ഒരു റോബോട്ട് അവിടെ ഉണ്ടായിരുന്നു, അതിൽ നമ്മളൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്താൽ മേ ബി ഈ കാര്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവർ അത് ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇയാളിങ്ങനെ നമ്മുടെ ഹീറോയിനെ അടിച്ചത് അതിനകത്തുണ്ടായിരുന്നു. അതോടെ അയാൾ എല്ലാവരുടെ മുന്നിലും ചമ്മി നാറിയ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എന്തായാലും ഇയാളാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മുടെ ഹീറോയിനോട് സോറി പറഞ്ഞിട്ട് പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയുടെ ആ റിലേറ്റീവ് പെൺകുട്ടി നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ഇതുപോലെ സംഭവിച്ച് ഞങ്ങൾ സോറി ചോദിക്കുന്നുണ്ട്, വേറൊരു പ്രശ്നവുമില്ല, നീ ഭദ്രമായിട്ട് അത് വീട്ടിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളതോ നല്ലവളെ പോലെ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവിടെ നമ്മുടെ ഹീറോയിന് എന്ത് പാര പണിയെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായിരുന്നു നമ്മുടെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ലവറില്ലേ അവനോട് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു, തനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായെന്നുള്ള കാര്യമൊക്കെ. അന്നേരം ഇവൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരത്തില്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ. പക്ഷെ അവൾക്ക് ഇതുപോലെ ഓഫീസിലേക്ക് ഇനി പോകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവർക്ക് എന്ത് വിചാരിക്കുമെന്തോ എന്തോ നല്ല രീതിയിൽ എനിക്ക് മടി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ജോലി വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലതെന്ന് ഇവ പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഹീറോയിൻ അതെങ്ങനെ ശരിയാകും, ഞാൻ ജോലി ഇങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനുള്ള ഫ്ലാറ്റ് എങ്ങനെ മേടിക്കും, അതുകൊണ്ട് ഇപ്പം അതൊന്നും പറ്റത്തില്ല, എന്തൊക്കെ വന്നിരുന്നാലും എനിക്ക് ആ ഫ്ലാറ്റ് മേടിക്കാനായിട്ടെങ്കിൽ പോലും ഞാൻ ജോലിക്ക് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. അതായത് അന്ന് ഹീറോയുടെ കാറിൽ വന്നിങ്ങനെ ഹീറോയിനെ ഇടിക്കത്തില്ലേ, ആ സമയത്തും ഹീറോയുടെ ഡ്രൈവർ അല്ലേ ഇവളെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഹീറോയുടെ ഡ്രൈവർ തന്നെയാണല്ലോ ഇവളെ സേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു താങ്ക്സ് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ നമ്പർ ഓൾറെഡി നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇവളെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതുപോലെ എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഉടനെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹീറോ ആയിരുന്നു, അതും ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. ഇത് പ്ലേ ചെയ്ത് ഇവൾ കേൾക്കുമ്പോഴത്തേക്കും ഈ വോയിസ് കേട്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ഉടനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതുപോലെ അത് അവനാന്ന് പറഞ്ഞിട്ട് അവർ പേര് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അത് വലിയൊരു ഷോക്കായിരുന്നു. അവൾ ഉടനെ ദൈവമേ തിരിച്ച് ഞാൻ ഇനി എന്ത് പറയണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്നിട്ട് ഹായ് സുഖാണോ എന്ന് ചോദിച്ചിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ മാറ്റി വെച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു.
പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ നേരെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവളോട് ആരും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്തിന്, അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ അടുത്ത് കൈയെടുത്ത് കാണിച്ചിട്ട് പോലും അവൾ കണ്ട പരിചയം പോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അത് ഹീറോയിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് പെൺകുട്ടി WeChatലൂടെ നമ്മുടെ ഹീറോയിനെ മെസ്സേജ് ചെയ്തിട്ട് ഇതുപോലെ റെസ്റ്റ് റൂമിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും അതെന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കാര്യം എന്താണെന്ന് അറിയാനായിട്ട് അവളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഫ്രണ്ട് പെൺകുട്ടി അവിടെ പോയിട്ട് അവിടെ മുഴുവനും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോയിനോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ അന്നേ ദിവസം നിനക്ക് ആ ഹോസ്പിറ്റലിലെ CEO ഒരു ബൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇന്നലെ പിന്നെ നടന്ന പ്രശ്നമൊക്കെ കൊണ്ട് നിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരുപാട് മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇന്നലത്തെ പ്രശ്നത്തോടു കൂടെ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ബോണസും കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്തിന്, എനിക്ക് പോലും ഡയറക്റ്റായിട്ട് നിന്നോട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിനക്ക് എന്നോടൊന്നും തോന്നരുത്. അവസ്ഥ അങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും നിന്നെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. എന്തിന്, മീഡിയാസിൽ പോലും നിന്നെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ന്യൂസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, അയാളല്ലേ തെറ്റുകാരൻ, എന്നിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ട് അവൾ സ്വയമേ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഇന്നലത്തെ പ്രശ്നത്തിന് ശേഷം അവൾക്ക് ഓഫീസിലേക്ക് വരാനേ മനസ്സുണ്ടായിരുന്നില്ല. വന്നപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ ആയപ്പോൾ അത് നമ്മുടെ ഹീറോയിനും ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് അവൾ കരയുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് കൊളീഗ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഹീറോയുടെ ഡ്രൈവറാണല്ലോ ഹീറോയിനെ ഇങ്ങനെ ഇന്നലെ രക്ഷിച്ചത്. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നിൽ എന്തായാലും ഹീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിനും തമ്മിൽ എന്തോ രഹസ്യ ബന്ധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോയുടെ റിലേറ്റീവ് പെൺകുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി നമ്മുടെ ഹീറോയുടെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് ഹീറോയിനോട് നല്ല ദേഷ്യം വന്നിട്ട് മാനേജറിനെ വിളിച്ചിട്ട് അയാളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ജോലിക്കാരൊക്കെ എന്തൊക്കെ ഇവിടെ സംസാരിക്കും, നിങ്ങൾ വല്ല ശ്രദ്ധിക്കുന്നുണ്ടോ, അവരൊക്കെ ജോലി എടുക്കാനായിട്ട് വന്നെങ്കിൽ അവരോട് മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് കിട്ടുന്ന സാലറി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറയണം. അല്ലാണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്ന ആളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് മോശമാണ്, ഇത്രയും വൃത്തികെട്ട ആൾക്കാരാണ് ഇവിടേക്കുള്ളതെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിന് താങ്ങാവുന്നതിലധികം ജോലി ഭാരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അവൾ തന്നെ ഇവിടെ നിന്ന് ലാസ്റ്റ് ജോലി ഭയേന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ നേരെ പോയിട്ട് നമ്മുടെ ഹീറോയിനെ ക്യാബിനിലേക്ക് വിളിച്ച് വരുത്തിട്ട് നീ ഇനി മുതൽ ഫീൽഡ് വർക്ക് കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഞാനെന്തിന് ഫീൽഡ് വർക്ക് ചെയ്യണം, അത് മാർക്കറ്റിംഗ് ഏരിയയിലുള്ള ആൾക്കാരിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരിപ്പോൾ നല്ല ബിസിയാണ്, അവർക്ക് ഇപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് നിൻ്റെ പ്രോജക്റ്റ് ആണല്ലോ നീ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ നീ ഫീൽഡ് വർക്കിന് ഇറങ്ങാനും പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ലാസ്റ്റ് വേറെ വഴിയില്ലാതെ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവിടെ ബാക്കി ജോലി ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനോടും ഈ മാനേജർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഒരു ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് നിങ്ങളിവിടെ എന്തിനാണ് വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനാണോ അതോ മര്യാദയ്ക്ക് ജോലി ചെയ്യാനാണോ, നമ്മുടെ പ്രോജക്റ്റിൽ ഇപ്പോൾ പെൻഡിങ്ങിലാണെന്നും ഇന്ന് ഓവർനൈറ്റ് വർക്ക് എടുത്തിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കാരണമാണെങ്കിലൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊണ്ടൊന്നും വയ്യ എന്നെക്കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഹീറോയിൻ ഇപ്പോൾ ബോണസാണ് കട്ടായിട്ടുണ്ടായിരുന്നത്, ഇനി നിങ്ങൾ ഈ ജോലി കൂടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സാലറി പോലും കട്ടായി പോകും, മര്യാദയ്ക്ക് ഇത് ചെയ്യാനും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞത് കാരണം എല്ലാവരും അവരുടെ വർക്കൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനും അങ്ങനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്ത് കഴിയുന്നവരൊക്കെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഹീറോയിൻ്റെ വർക്ക് മാത്രം കംപ്ലീറ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും അവൾ ഒരു വിധത്തിൽ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇതുപോലെ എൻ്റെ പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയെന്നും ഇനി നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഹെൽപ്പ് ഒന്നും തൽക്കാലം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല ദേഷ്യവും സങ്കടം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ലവർ അവൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഇത് എവിടെയാണെന്ന് പറഞ്ഞിട്ട്. അന്നേരം അവൾ പറയുന്നുണ്ട് ഇതുപോലെ ഇന്ന് ഓവർനൈറ്റ് വർക്ക് ഉണ്ട്, കുറച്ചധികം വർക്കുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്യാനോ വിളിക്കാനോ പറ്റാണ്ടിരുന്നത് പറയുമ്പോൾ ശരി അത് നടക്കട്ടെ, എന്തായാലും ഇങ്ങനെ ഓവർനൈറ്റൊക്കെ വർക്ക് എടുത്തതുകൊണ്ട് നിൻ്റെ ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് തലവേദനിച്ചിട്ട് ഒരു ടീയോ കോഫിയോ കുടിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അതൊന്നും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതോടെ അവിടെ വിഷമങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഇന്നലെ ഈ പ്രശ്നമെല്ലാം നേരിട്ടത് ഞാനാണ്, അതായത് എനിക്കെതിരെയായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, എന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അയാളെയും, എന്ത് ലോകം എന്ത് മനുഷ്യരെ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കമ്പനിയിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവൻ ലിഫ്റ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്ലോറിലേക്ക് വരുമ്പോൾ അവളും സെയിം ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ അവളോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ഓവർനൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു എന്ന്. അവൾ അതേന്ന് പറഞ്ഞിട്ട് അവനോടൊരു താങ്ക്സ് കൂടെ പറയുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പ്ലാൻ ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹീറോയിനെ രക്ഷിക്കാനായിട്ട്. ആക്ച്വലി ഇവൻ പറഞ്ഞു കൊടുത്ത ആ പ്ലാനിൽ, അതായത് ആ റോബോട്ടിൽ ഒരു ക്യാമറയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ തെറ്റ് ചെയ്ത അയാൾ ഇത് പേടിച്ചിട്ടെങ്കിലും സത്യം തുറന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇട്ട് നോക്കിയ ഒരു കാര്യമായിരുന്നു. അതിലെന്തായാലും അയാൾ കൊളുത്തുകയും ചെയ്തു. അങ്ങനെ തന്നെയായിരുന്നു
അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ടായിരുന്നു നമ്മുടെ ഹീറോയിൻ ഇവനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന്. അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി വിളിച്ച് പോകുന്നുണ്ടായിരുന്നു. കാറിലിരിക്കുന്ന സമയത്തെല്ലാം അവളുടെ മനസ്സിൽ മുഴുവനും ഓഫീസിലെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. അതിൽ കൂനിൽമേൽ കുരുവെന്ന രീതിയിൽ ഈ വാർത്ത FM സ്റ്റേഷനിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പോകുന്ന ടാക്സിക്കകത്ത് FM ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലും ഇതുപോലെ ഓഫീസിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇത് ഇവളെ പറ്റിയിട്ടാണെന്നുള്ളതൊക്കെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ കാർ ഓടിച്ചുകൊണ്ട് പോയിരുന്ന ഡ്രൈവർ ആണെങ്കിൽ ഇതുപോലത്തെ കുറേ പെൺകുട്ടികളുണ്ട്, കുട്ടി പാവാട ഇട്ടിട്ട് മറ്റുള്ളവരെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് കുറ്റം മുഴുവനും നമ്മളെപ്പോലുള്ള പാവങ്ങളായിട്ടുള്ള ആണുങ്ങളുടെ തലയെ കൊണ്ടിടും. എന്നിട്ട് അവളുമാർ നല്ലതാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എന്ത് പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നിങ്ങളിത് എന്തറിഞ്ഞിട്ട് സംസാരിക്കുന്നത്? ഈ പ്രശ്നം നടന്ന സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത്ര കറക്റ്റായിട്ട് ഇക്കാര്യം എങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാർ നിർത്താൻ പറഞ്ഞിട്ട് അവൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. പാതി വഴിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിരുന്നിട്ട് ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ബസ്സൊക്കെ വന്നും പോയി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ്റെ റൂട്ടിലേക്കുള്ള ബസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ വന്നിരുന്ന ടാക്സിയുടെ പുറകിൽ തന്നെയാണല്ലോ ഹീറോയിൻ വന്നുകൊണ്ടിരുന്നത്. അവൻ നമ്മുടെ ഹീറോയിനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ട് കാർ നിർത്തി അവൾ ഇതുപോലെ കാറിലേക്ക് കയറാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളും പെട്ടെന്ന് വെച്ച് കയറുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്ന സമയത്ത് ഹീറോയിൻ അവളോട് പറയുന്നുണ്ട്, 10 വർഷങ്ങൾക്ക് മുന്നേ നീ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന്. ഹീറോയിനോട് ഒരു അത്ഭുതത്തോടെ അപ്പം നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ ഹീറോ ആണെങ്കിൽ എൻ്റെ കാറിന് പറ്റിയ പ്രശ്നത്തിൻ്റെ പൈസ നിനക്ക് തരാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവളുടെ ഫോൺ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. അവനതെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ നമ്പർ ഇത് എപ്പോഴാണ് ചേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കോളേജിൽ വെച്ച് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പറയുന്നുണ്ടായിരുന്നു. അത് ഹീറോ ചോദിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജർമ്മനിലേക്ക് പോകുന്നതിന് മുന്നേ ഹീറോയിനെ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് സെൻഡ് ആയോ ഇല്ലേ എന്നുള്ളത് അവൻ ഇപ്പോഴും അറിയണമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവനങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും അവൻ നേരെ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് അവളെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന റോബോട്ട് എങ്ങനെയുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എനിക്കൊരു എമർജൻസി കേസ് ഉണ്ട്, ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ നിന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വരുന്ന സമയത്ത് ആ ബില്ലിംഗ് സെക്ഷനിലാണെങ്കിൽ ഒരു ലോഡ് ആൾക്കാർ എന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബില്ല് ശരിയാക്കി എൻ്റെ ബില്ല് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് നഴ്സുമാരോട് എല്ലാവരോടായിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഒരു റോബോട്ടിന് ഉണ്ടാക്കി കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് ഇങ്ങനെ നഴ്സുമാരിയ്ക്കുന്നതും ഇത്ര ആൾക്കാരൊക്കെ നിന്ന് തിക്കിയും തിരക്കിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ആ റോബോട്ട് എന്തായാലും ഗോഡൗണിലായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ റോബോട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനത് ശരിയാക്കിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ശരിയാക്കിക്കോളാൻ പറയുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.